എല്ലാവർക്കും കൗമുദി ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയെ നായകനാക്കി ദ ഗ്രേറ്റ് ഫാദറിന് ശേഷം ഹനീഫ് അദേനി ഒരുക്കുന്ന ഏറ്റവും പുതിയ ക്രൈം ത്രില്ലറാണ് മിഖായേൽ. മമ്മൂട്ടിക്ക് മാസ് പരിവേഷം നൽകിയതിനു പിന്നാലെ നിവിൻ പോളിയെ മാസ് നായകരുടെ നിരയിലേക്ക് എത്തുകയാണ് പുതിയ ചിത്രം. സിനിമയുടെ ടാഗ്ലൈൻ പറയുന്നത് പോലെ ഡോക്ടർ മിഖായേൽ എന്ന കാവൽ മാലാഖ തന്റെ സഹോദരിയെയും കുടുംബത്തെയും പകയുടെ ഒരു കൂട്ടം പേരിൽ നിന്ന് രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് സിനിമ. പതിഞ്ഞ വേഗത്തിൽ തുടങ്ങുന്ന സിനിമ കൊലപാതക പരമ്പരകളിലൂടെ പ്രതികാര നിമിഷങ്ങളിലൂടെയും പ്രേക്ഷകരെ കൊണ്ടുപോകുന്നു. കഥയുടെ ഗതി എന്താണെന്ന സൂചനകളൊന്നും നൽകാതെയുള്ള ആദ്യ പകുതിയിലെ സിനിമയുടെ സഞ്ചാരഗതി ഓരോ നിമിഷത്തിലും പ്രേക്ഷകനെ ഉദ്യോഗത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിലാക്കാൻ പോകുന്നതാണ്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ നായകന്റെ ഇൻട്രോ എപ്പോഴാണെന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്ക് യാതൊരു സൂചനയും സംവിധായകൻ നൽകുന്നില്ല. സിനിമ തുടങ്ങി ഏതാണ്ട് 40 മിനിറ്റോളം ആകുമ്പോഴാണ് നായകനായ നിവിൻ പോളി അവതരിപ്പിക്കുന്ന ഡോക്ടർ ജോൺ മിഖായേൽ രംഗപ്രവേശനം ചെയ്യുന്നത് തന്നെ. അവിടെ നിന്ന് അയാളുടെ ജീവിതത്തിലെ അത്ര സുഖകരമല്ലാത്ത കഥയിലേക്കാണ് സിനിമ വെളിച്ചം വീശുന്നത്. രണ്ടാം പകുതി മുതൽ പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും സന്ദർഭങ്ങളാണ് സിനിമ പറയുന്നത്. മിഖായേൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ പോളിയെ ഇരുമുഖങ്ങളുള്ള കഥാപാത്രമായാണ് സംവിധായകൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അയാൾ ഇരുമുഖനായി മാറാനുണ്ടായ കാരണങ്ങളും സിനിമ വ്യക്തമായി അനാവരണം ചെയ്യുന്നു. ചോക്ലേറ്റ് നായകന്റെ പരിവേഷത്തിൽ മാസ് ലുക്കിൽ നിവിൻ പോളിയെ ഉയർത്തിക്കാണിക്കുന്നതിനുള്ള ചേരുവകളെല്ലാം സംവിധായകൻ സിനിമയിൽ കാത്തുവച്ചിട്ടുണ്ട്. അദേനി തന്നെ തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്ന ചിത്രത്തിൽ മാസ് ഡയലോഗുകൾക്കും പഞ്ഞമില്ല. നായകനെ കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കളം നിറഞ്ഞാടുന്നത് വില്ലന്മാരാണ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ വില്ലന്മാരിൽ ഒരാളായ സിദ്ദിഖിൽ തുടങ്ങി യുവതാരം ഉണ്ണി മുകുന്ദനിൽ അവസാനിക്കുന്ന വൻ വില്ലൻ നിര ആരെയും അത്ഭുതപ്പെടുത്താൻ പോകുന്നതാണ്. നായകനും വില്ലന്മാരും കൊണ്ടും കൊടുത്തും മുന്നേറുന്നതിനിടെ വില്ലന്മാർ തമ്മിലുള്ള പകയും പ്രതികാരവും മറ്റൊരു വശത്തും അരങ്ങേറുന്നുണ്ട്. അത്യാധുനികവും ആകർഷണീയവുമായ രീതിയിലുള്ള കാറുകളാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ജോർജ് പീറ്റർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിദ്ദിഖ് ഒന്നാം തരം പ്രകടനമാണ് നടത്തുന്നത്. ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയ്ക്ക് ശേഷം മഞ്ജിമ മോഹൻ നിവിന്റെ നായികയായി എത്തുന്ന ചിത്രമാണിത്. പക്ഷേ മഞ്ജിമയ്ക്ക് ചിത്രത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. മുഹമ്മദ് ഈസ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തുന്ന JD ചക്രവർത്തിയും അസിസ്റ്റന്റായി എത്തുന്ന സുരാജ് വെഞ്ഞാറമൂടും പ്രേക്ഷകരുടെ കയ്യടി നേടുന്നുണ്ട്. നെഗറ്റീവ് കഥാപാത്രത്തിലെത്തുന്ന ഉണ്ണി മുകുന്ദൻ തന്റെ 6 പാക്ക് ബോഡി കൊണ്ട് പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തുന്നു.